പിതൃപുണ്യം തേടി വിശ്വാസികൾ കർക്കിടക വാവ് ബലിതർപ്പണം നടത്തി. വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ഭക്തരെ കൊണ്ട് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബലിതർപ്പണത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് എല്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിരുന്നത്. ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും മറ്റ് ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ 3 മണി മുതൽ ബലിതർപ്പണം ആരംഭിച്ചു. പിതൃക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളാലും ബലിയർപ്പിക്കാൻ ജനങ്ങളുടെ തിരക്കായിരുന്നു. ധ്യായേത് സർവ വിഘ്ന ഉപശാന്തയേ മമോപാത്ത സമസ്ത ദുരിതക്ഷയദ്വാര. പെരുമ്പ് പാലത്തുള്ളി പാലൂർ ശിവക്ഷേത്രത്തിൽ പുലർച്ചെ 5 മണിക്ക് ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങി. തൊണ്ടംകുളം ഈശ്വരയ്യർ, ദേവസ്വം ഓഫീസർ വി മുരളീധരൻ, ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. നിരവധി പേരാണ് ബലിതർപ്പണം നടത്താൻ ക്ഷേത്രത്തിലെത്തിയത്. തിലഹോമവും നടന്നു. യലവഞ്ചേരി ശങ്കരൻകുടം ശിവക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണം നടന്നു. രംഗനാഥ വാദ്യരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത്. ബലിതർപ്പണം നടത്താൻ ഭക്തജന തിരക്കുണ്ടായി. പുലർച്ചെ ആരംഭിച്ച ബലിയിടൽ ചടങ്ങുകൾ ഏകോപിപ്പിക്കാൻ ക്ഷേത്രത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. നെന്മാറ പോത്തുണ്ടി ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ വിപുലമായി നടന്നു. പിതൃക്കളുടെ സ്മരണയിൽ ബലിയർപ്പിക്കാനായി ക്ഷേത്രത്തിലെത്തിയത് 100 കണക്കിന് ഭക്തജനങ്ങളാണ്. പുലർച്ചെ മുതൽ ബലിയർപ്പണം നടത്താനായി ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് ഇത്തവണത്തെ ബലിതർപ്പണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നമ അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ചതുർഭുജ പ്രസന്നവദനം ധ്യായേ. ആദ്യഭ്രമണ പ്രഥമപാദേ ജംബുദ്വീപേ പരശുരാമ നിർമ്മിതേ ശ്രീ മഹാദേവ ക്ഷേത്ര സംഗീതോ ധർമാർത്ഥ കാമമോക്ഷ. അവരവരുടെ നാക്കൈയുടെ നടുക്ക് ഭാഗത്ത് വെച്ചു. വലത് കൈയിലോട്ട് കുറച്ചൊരു വീണ്ടുമായിട്ടാൽ മുങ്ങാവുന്നത്ര ജലം ഒഴിച്ചു. ഇനി അവിടെ ഇരിക്കുന്ന എള്ളും ഒരുന്നുള്ള എള്ളും ജലവും കൂട്ടിയെടുക്കുക. കുശപൃഷ്ടി വിരോധി. മൂന്നാമതും എള്ളും ജലവും തെളിക്കുക. ഏറ്റവും അറ്റത്ത് പുല്ലിന്റെ ഏറ്റവും മുകളിലായിട്ട് വയ്ക്കും. മാതൃവംശേ തദൈവജ ഗുരു ക്രിയാലോപ ഹതചൈവ. പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സേവനവും ബലിതർപ്പണ കേന്ദ്രത്തിൽ സജ്ജമാക്കിയിരുന്നു. സ്നാനഘട്ടങ്ങളിലെ അപകട സാധ്യത കണക്കിലെടുത്ത് കൃത്യമായ മുൻകരുതലുകളോടെയാണ് ബലിതർപ്പണം ക്രമീകരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പിതൃവംശം, നമ്മുടെ പിതൃക്കൾക്ക് അച്ഛൻ്റെ വഴി, അമ്മ വഴി, മാതുലൻ, അമ്മാവൻ, പക്ഷി, വൃക്ഷലതാദികൾ എല്ലാവർക്കും, പശു, ഗോ എല്ലാവർക്കും ഈ അമാവാസി ബലി ഇടുന്നത് നല്ലതാണ്. നമ്മൾ വെട്ടുന്ന ഒരു മരത്തിന് മുതൽ നമ്മളുടെ കൈകൊണ്ട് ചാവുന്നതായ മൃഗങ്ങൾ വരയ്ക്കും അമാവാസി തർപ്പണം കൊണ്ട് മോക്ഷം കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ അമാവാസി ബലി എല്ലാ പിതൃ ഗുരു കാരണവർ എന്താ പറയുക, പിതൃവംശമൃതയേച്ച മാതൃവംശേ തദൈവജ ഗുരു സ്വസുരബന്ധൂനാം ഏച്ചാന്യേ ബാന്ധവാമൃത യമേ കുലേ ലുപ്തപിണ്ഡ. അപ്പോൾ എല്ലാവർക്കും അമാവാസി ബലിയാണ് വിശേഷാൽ എന്നാണ്
ഗുരുകാരണവന്മാരും നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അച്ഛൻ അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അമ്മാവനല്ല, എല്ലാവർക്കും വേണ്ടിയാണ് അമാവാസി ബലി. അതുകൊണ്ട് എല്ലാവരും ഇത് ആചരിക്കുക, ഇത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകും. ചേരാമംഗലം മുതുകോട് മഹാശിവക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണം പ്രത്യേക സജ്ജീകരണങ്ങളോടെ നടന്നു. എല്ലാ ദിവസവും ശേഷക്രിയയും ബലിതർപ്പണവും നടക്കുന്ന ക്ഷേത്രമാണിത്. പുലർച്ചെ 2:30 മുതൽ കർക്കിടകവാവ് ബലിതർപ്പണം തുടങ്ങി. എല്ലാവിധ ആവശ്യ സേവനങ്ങളും ഉറപ്പാക്കിയാണ് വിശ്വാസികൾക്ക് ക്ഷേത്രത്തിൽ ബലിയിടാൻ സൗകര്യമൊരുക്കിയത്. വിഷ്ണുരാജ്ഞേ ശകാബ്ദേ അസ്മിൻ വർത്തമാനേ മധ്യേ ക്രോധിനാമ സംവത്സരേ മാതാമഹി മാതൃപിതാമഹി മാതൃപ്രപിതാമഹി ഉഭയകുല വംശ അക്ഷയ തൃപ്തിയർത്ഥം മയാകൃതേന ദർശശ്രാദ്ധം തിലതർപ്പണ രൂപേണ കരിഷ്യേ ജ്ഞാതജ്ഞാത വർഗദ്വയ കാരുണിക പിതർ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഭുവഃ ഓം സുവഃ ഓം മഖഃ ഓം തസ്സവിതുർ വരേണ്യം ഭർഗോ ദേവസ്യ ക്ഷയദ്വാര ശ്രീ പരമേശ്വര പ്രഗീതിയർത്ഥം തദേവ ലഗ്നം കർമ്മണ സമുപാർജിതം ശ്രീരാമ സ്മരണൈമ പിതർവിഷ്ണു കഥാവാര വിഷ്ണുമയം ജഗത് ശ്രീ ഗോവിന്ദ മഹാപുരുഷസ്യ വിഷ്ണുരാജ്ഞേ ജംബൂദ്വീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ പക്ഷേ അമാവാസ്യാം പുണ്യതിഥോ സ്ഥിരവാസര യുക്തായ രുദ്ര ആദിത്യ സ്വരൂപായ എത്രയും പെട്ടെന്ന് കുളി കഴിഞ്ഞ് ക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. വഴിപാടായി നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്ര കൗണ്ടറുമായി ബന്ധപ്പെടണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കും. ബലി നടത്താൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ബലിതർപ്പണത്തിനായി ഒത്തുകൂടിയതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധിച്ചു. കിഴക്കഞ്ചേരി ശ്രീ കാമാക്ഷിയമ്മൻ കോവിലിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. 500-ലധികം പേർക്ക് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. മുകളിലേക്കുള്ള സ്ഥലം നമുക്ക് ഒഴിഞ്ഞു കിട്ടണം. പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ പ്രകാരത്തെങ്കിലും സമസ്ത ദേവന്മാരും അനുഗ്രഹിച്ച് ഈ പിതൃകർമ്മം അനുഗ്രഹമായിട്ട് വരണേ എന്ന് പ്രാർത്ഥിക്കാം. തൊഴുതു പിടിച്ചു പ്രാർത്ഥിക്കാം. ഓം കൃഷ്ണ കൃഷ്ണ വിഷ്ണോരാജ്ഞയ പ്രവർത്തമാനസ ആദ്യ ബ്രഹ്മണ ദ്വിതീയ പരാർത്ഥേ ശ്വേതവരാഹ കൽപ്പേ വൈവസ്വത മന്വന്തരേ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാദേ ജാംബുദ്വീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോഹ ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവര്യാം ദക്ഷിണേ തീരെ ശാലീവാഹന ശകേ ബൗദ്ധാവതാരേ പരശുരാമ ക്ഷേത്രേ അസ്മിൻ വർഷേ വർത്തമാനേ ദക്ഷിണായനേ കർക്കിടകേ അർഘേ ശ്രാവണമാസേ ഗ്രീഷ്മഋതോ അമാവാസ്യാം ശുഭദിനോ. പുഴക്കരയിൽ സജ്ജീകരിച്ച ബലിതർപ്പണ കേന്ദ്രത്തിൽ ബ്രഹ്മശ്രീ മേടത്തൂർ സുദർശനന്റെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത്. ആചാരപ്രകാരം ബലിയർപ്പിക്കാൻ നിരവധി പേർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. പിതൃകർമ്മങ്ങൾക്ക് പേരുകേട്ട പാമ്പാടി ഐവർമഠത്തിൽ ബലിതർപ്പണത്തിന് വിശ്വാസികളുടെ ഒഴുക്കായിരുന്നു. മധ്യകേരളത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ഐവർമഠം. നിരവധി കാർമ്മികളുടെ നേതൃത്വത്തിൽ ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്താനെത്തിയത്. നിളാനദീ തീരത്തെ ഈ ബലിതർപ്പണ കേന്ദ്രത്തിൽ 100ഓളം പേരെ ഗ്രൂപ്പാക്കി തിരിച്ചാണ് ഓരോ കാർമ്മിയും കർമ്മം ചെയ്തത്.
എല്ലാം കൂടെ ഇളം നടുഭാഗത്തേക്ക് നീക്കി വെക്കാം. എല്ലാം കൂടെ ഇളം നടുഭാഗത്തേക്ക് നീക്കി സമർപ്പയാമി. അതിന് മുകളിലേക്ക് തന്നെ വെക്കാം. പുലർച്ചെ തുടങ്ങിയ ചടങ്ങിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലായും പങ്കുകൊണ്ടത്. UTV ന്യൂസ്, പാലക്കാട്.